ഈ വീഡിയോ ചെയ്യണത് ഒരു പർട്ടിക്കുലർ ലാബ് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല. പലർക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത്. കുറേയൊക്കെ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും കഴിഞ്ഞ കൊല്ലത്തെ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കാം. ഇങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റ്. ഇതിപ്പോൾ ലാബ് 1ൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങളോട് ഔട്ട്ലൈൻ ആദ്യം പറയാം. നിങ്ങളുടെ മുന്നിലുള്ള ലാപ്ടോപ്പിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം വരെ അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലേക്കല്ലോ. 6 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. അതായത് 6 നിങ്ങൾ പഠിക്കുന്ന 12 ലാബിൽ 6 ലാബാണ് നിങ്ങൾക്ക് തന്ന ലാപ്ടോപ്പിൽ ഉണ്ടാവുക. 3 എണ്ണം ഫസ്റ്റ് ഇയറത്തെ ലാബുകളും 3 എണ്ണം സെക്കൻഡ് ഇയറത്തെ ലാബുകളായിരിക്കും. ഇത്രയുള്ള കണ്ടീഷൻ നിങ്ങൾ 4 ലാബ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 4 ലാബ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 ലാബ് സെക്കൻഡ് ഇയറത്തെയും 1 ലാബ് ഫസ്റ്റ് ഇയറത്തെ ആയാലും ഒരു കുഴപ്പമില്ല. 4 ലാബ് മൊത്തം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ലാപ്ടോപ്പിൽ 4 എണ്ണം നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യണമെന്നില്ല. ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പമായി തോന്നുന്ന 4 എണ്ണം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതാ ഫസ്റ്റത്തെ. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു ലാബ് വേണമെന്ന് പറഞ്ഞപ്പോൾ വാല്യൂ ഓഫ് ഫംഗ്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് കാണുമ്പോൾ സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളെ ലാബ് വണ്ണിൽ ചെയ്ത് പ്രൊസീജിയർ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് ജിയോജിബ്ര ആപ്ലെറ്റ്. ആദ്യം ഫംഗ്ഷൻ വരയ്ക്കുക, ഇൻപുട്ട് എന്താ കൊടുക്കേണ്ടതെന്ന് പോലും തന്നിട്ടുണ്ട്. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ മിനിമം എത്ര, മാക്സിമം എത്ര, ഇൻക്രിമെൻറ്റ് എത്ര എന്നൊക്കെ തന്നിട്ടുണ്ട്. പ്ലോട്ട് ദ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ ലാബ് 1ൽ വീഡിയോയിലൊക്കെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. താഴെ ഇൻപുട്ട് ബാറിൽ ബ്രാക്കറ്റ് ഒന്നും മിസ്സായി പോകരുത്, എന്നാലേ ശരിയായി വരുള്ളൂ. കാരണം അവിടെ AF 0 ഇതിൽ സീൻ്റെ കോർഡിനേറ്റ്സ് വ്യത്യാസമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അത് 0 എന്നേ വേണ്ടുള്ളൂ. ചെറിയ മിസ്റ്റേക്കാണത്. ഈ വെറും FF എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ പ്രൊസീജിയറിൽ നമ്മൾ ലാബ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഈ പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്തിട്ട് ഇൻപുട്ട് ബോക്സ് വരെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ലൈൻ സെഗ്മെൻറ്റ്സ് വരച്ചിട്ട് പ്രൊസീജിയറൊക്കെ വൃത്തിയായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അതാണ് മാർക്ക് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ആ ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ 2.3ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ X² എന്ന ഗ്രാഫായിരിക്കും നിങ്ങൾ വരച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറെ വിളിച്ച് മെയിൻ എക്സാമിന് മോഡൽ എക്സാമിന് അത് സാറ് പറയും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചറെ വിളിച്ച് കാണിച്ചു കൊടുക്കുക, ഞാൻ ആപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ക്ലിയർ പോയില്ലേ? ശരി, ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ജസ്റ്റ് ഈ ഒരു ലൈൻ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ 3 മാർക്ക് കിട്ടും. പക്ഷേ ടീച്ചർ കണ്ടിരിക്കണം നിങ്ങൾ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തത്. ടീച്ചർ ചിലപ്പോൾ സ്ലൈഡർ മൂവ് ചെയ്യാനൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ആ 3 മാർക്ക് അവിടെ കിട്ടി. ഇനി ഈ ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് 2.3ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കാനാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സ്ക്വയർ ആണ് ഫംഗ്ഷൻ, ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഫംഗ്ഷൻ മാറ്റി കൊടുക്കേണ്ടി വരും. എങ്ങനെ ഫംഗ്ഷൻ മാറ്റി കൊടുക്കുക നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻപുട്ട് ബോക്സിൽ X² X³ ആക്കി കൊടുക്കുക. പിന്നെ എയുടെ വാല്യൂ 2.3യും സ്ലൈഡറിൻ്റെ ഇൻപുട്ട് ബോക്സിൽ 2.3യും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.3ൻ്റെ ക്യൂബ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് എവിടെ കിട്ടും എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതിലും എഴുതിയിട്ടുണ്ട്. സ്ലൈഡർ വാല്യൂ 2.3ക്ക് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്കാണ്. ശരിക്കും 2.3ൻ്റെ ക്യൂബ് അല്ല സ്ക്വയർ ആണ് ഇവിടെ ഫസ്റ്റ് പരീക്ഷയ്ക്കൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, സ്ക്വയർ ആകുമ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ മാറ്റണ്ട. ഇത് അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്കൊക്കെയാണ്. 2.3ൻ്റെ സ്ക്വയർ ആയിരുന്നു. സ്ക്വയറാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫംഗ്ഷൻ ഒന്നും മാറ്റണ്ട, സ്ലൈഡറിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് മാറ്റുക. എന്നിട്ട് എവിടെയാണ് ആൻസർ ഉണ്ടാവുക, Y കോർഡിനേറ്റ് ഓഫ് പോയിൻറ്റ് B. അത് നിങ്ങളെ ലാബ് പഠിച്ചവർ അല്ലെങ്കിൽ ലാബ് വീഡിയോ കണ്ടവർക്കാണെന്നല്ലേ ഓർമ്മ ഉണ്ടാവും. ബീൻ്റെ Y കോർഡിനേറ്റ് നോക്കിയാൽ ഉത്തരം കിട്ടും, സീൻ്റെ Y കോർഡിനേറ്റ് നോക്കിയാൽ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പം ജസ്റ്റ് സ്ലൈഡറിൻ്റെ വാല്യൂ 2.3ലേക്ക് ഇട്ടിട്ട് ബീൻ്റെ Y കോർഡിനേറ്റോ സീൻ്റെ Y കോർഡിനേറ്റോ നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാം. അതിന് 2 മാർക്കും കിട്ടും. ഇതാണ് നിങ്ങളെ ആൻസർ ഷീറ്റിൽ ഇത്രയും എഴുതിയാൽ മതി, അതിന് 2 മാർക്കും കിട്ടും. ഇനി ആ മെത്തേഡാണ് കേട്ടോ ഈ ഒറ്റ ലൈന്, ഫ്രം Y കോർഡിനേറ്റ് ഓഫ് B ഓർ C എന്ന് ഇത്ര എഴുതിയാൽ മതി. എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള ചോദ്യത്തിന്. ഇനി ഈ ആപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് cos 4.4, അതായത് cos 4.4 ഫംഗ്ഷൻ ഏതായിരിക്കണം എന്ന് ആലോചിക്കുക. അതിൽ ഇൻപുട്ട് എന്ത് കൊടുക്കണമെന്ന് ആലോചിക്കുക. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യൂബ് അല്ല കേട്ടോ, സ്ക്വയർ തന്നെയാണത്. X² എന്നാണ് ഫംഗ്ഷനിലായിരിക്കും ഇപ്പോൾ കിടക്കുന്നുണ്ട്. അത് cos Xലേക്ക് മാറ്റാം. അപ്പോൾ ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സിൽ cos X എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ cos Xൻ്റെ ഗ്രാഫ് വരും. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണ്ട, cos Xൻ്റെ ഗ്രാഫ് വരും. ഓക്കെ, വരുന്നുണ്ടോ നോക്കിയാൽ മതി. cos Xൻ്റെ ഗ്രാഫ് വരും. അതിൽ 4.4 കിട്ടണം. അതിനെന്ത് ചെയ്യുക, സ്ലൈഡറിൻ്റെ ഇൻപുട്ട് ബോക്സിൽ 4.4 കൊടുക്കുക.
അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാത്ത സമയം കുറേ എടുക്കുമല്ലോ, വേണ്ടവർക്ക് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ബാക്കിയുള്ള ലാബുകളും കൂടെ ചെയ്ത് പറഞ്ഞു തരണ്ടേ. അപ്പോൾ കോസ് 4.4 കാണാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ്റെ ഇൻപുട്ട് ബോക്സിൽ കോസ് എക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ എൻ്റർ കൊടുക്കുക, അപ്പോൾ ഫംഗ്ഷൻ മാറും. സ്ലൈഡറിൻ്റെ ഇൻപുട്ട് ബോക്സിൽ 4.4 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇനി സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, എന്നിട്ട് എക്സ്പ്ലെയിൻ മെത്തേഡ്. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കടൽ പോലെ വലിച്ചു വരി എഴുതുന്നു വേണ്ട. അതെ, ഇതാണ് ആൻസർ കീയിലുള്ള ആൻസറാണിത്. ഇതായിരിക്കും നിങ്ങളുടെ ഇൻവിജിലേറ്ററിൻ്റെ കയ്യിലും അവർ ടീച്ചറും നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ഇത് വെച്ചിട്ടായിരിക്കും. ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ, ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ അത് നോക്കും, സ്ലൈഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്ലൈഡറിലെ വാല്യൂ 4.4 ആക്കിയിട്ടുണ്ടോ, കോസ് 4.4 0.31 -0.31 എന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ. ഇതാണ് നിങ്ങളുടെ ആൻസർ ശരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ മെത്തേഡ് അതും കൂടെ എഴുതണേ. എവിടെ നിന്നാണ് നിങ്ങൾ വാല്യൂ എഴുതിയതെന്ന് എത്രയേ ഉള്ളൂ, ഫ്രം വൈ കോർഡിനേറ്റ് ഓഫ് ബി ഓർ സി. ഇനി വേണമെങ്കിൽ എഴുതാം, ഞാൻ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തു, സ്ലൈഡറിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തു, എന്നിട്ട് വൈ കോർഡിനേറ്റ് ബീൻ്റെയോ സീൻ്റെയോ വൈ കോർഡിനേറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി. ഇത്ര എഴുതി കഴിഞ്ഞാൽ ആ 3 മാർക്കും കിട്ടി. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം. മാക്സിമം മാർക്ക് കണ്ടോ, 8 മാർക്കേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് 8 മാർക്കായിട്ടുണ്ടാവും. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിൽ 8 മാർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും മാക്സിമം അറ്റൻഡ് ചെയ്യാം. 10 മാർക്കിന് തന്നെ അറ്റൻഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് 8 മാർക്ക് മാക്സിമം കിട്ടുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും മറ്റേത് 10 മാർക്കിൻ്റെ ബാക്കി എക്സ്ട്രാ എഴുതി ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ടീച്ചർ കൺസിഡർ ചെയ്യും. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഫൈൻഡിങ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 3⁻1.3. അപ്പോൾ ആ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴതേ ഫംഗ്ഷൻ എങ്ങനെ മാറ്റും, 3⁻1.3. 2 രീതിയിൽ ഫംഗ്ഷൻ മാറ്റാം. ഏറ്റവും നല്ലത് ഫംഗ്ഷൻ 3⁻x ആക്കി കൊടുക്കുക, എന്നിട്ട് ആ എക്സിൻ്റെ വാല്യൂ 1.3 കിട്ടിയാൽ പോരെ. അപ്പോൾ ഫംഗ്ഷൻ ഏതായിരിക്കണം എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. 3⁻x എന്ന് ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഫംഗ്ഷൻ ഇൻപുട്ട് ബോക്സിൽ 3⁻x ആക്കുക, സ്ലൈഡറിൻ്റെ ഇൻപുട്ട് ബോക്സിൽ 1.3 ആക്കുക. ഇതേപോലെ തന്നെ ബീൻ്റെയോ സീൻ്റെയോ വൈ കോർഡിനേറ്റ് നോക്കുക. ഇതാണോ, ഇത്രയുള്ള ആൻസർ. 3⁻x എന്ന് ഫംഗ്ഷൻ മാറ്റുക, സ്ലൈഡറിൻ്റെ വാല്യൂ 1.3ലേക്ക് മാറ്റുക, വാല്യൂ വൈ കോർഡിനേറ്റ് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അല്ല 3⁻x-നെയാണ് ഞാൻ 2 മെത്തേഡാണല്ലോ, ഏറ്റവും നല്ല 3⁻x എന്ന് പറഞ്ഞു. x⁻1.3 എന്നാക്കിയാലും മതി, എന്നിട്ട് എക്സിൻ്റെ വാല്യൂ 3 എന്ന് കൊടുത്താലും 3⁻1.3 ആയി മാറും. ഓക്കെ, മെത്തേഡ് എഴുതണേ 1 മാർക്കുണ്ട്. ഇത്രയേ ഉള്ളൂ ഒരു ലാബ്, 8 മാർക്ക്. ഓക്കെ, മൊത്തം നിങ്ങൾ 4 ലാബാണ് ചെയ്യേണ്ടത്. 3 മണിക്കൂറാണ് മെയിൻ എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 4 ലാബ് ചെയ്യുന്ന 3 മണിക്കൂർ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3/4 മണിക്കൂറാണ് ഒരു ലാബിന്. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ആകെ 10-15 അറിയുന്ന ഒരു കുട്ടിക്ക് 10-15 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. കണ്ടോ, ഒരു പേജ് പോലും തികച്ചില്ല ആൻസർ ഷീറ്റിൽ എഴുതാൻ. ഇത്രയേ ഉള്ളൂ ആൻസർ ചെയ്യേണ്ടത്. ഞാൻ ഒരു ലാബും കൂടെ കാണിച്ചു തരാം. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് കുറച്ചും കൂടെ ടൈറ്റായിരുന്നു കഴിഞ്ഞ കൊല്ലമൊക്കെ, കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനേ ചെയ്യാം. f(x) mod x എന്നുള്ള ഗ്രാഫ് വരയ്ക്കുക, ഇൻപുട്ട് ഓർത്താൽ മതി. 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. അവിടെയൊക്കെ കുട്ടികൾ കൺഫ്യൂസ് ആയി പോവുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്ക്. ഇവിടെ ഇത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഇതിൽ ആൻസർ കീ വെച്ചിട്ട് ഞാനൊന്ന് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. mod x എന്നുള്ള ഗ്രാഫ് വരയ്ക്കുക, 2 സ്ലൈഡർ. ആദ്യം സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക, എ എന്ന പേരിൽ മിനിമം മാക്സിമം സെറ്റ് ചെയ്യുക, ഇൻക്രിമെൻറ്റ് സെറ്റ് ചെയ്യുക. ഇനി അടുത്തത് വീണ്ടും ഒരു സ്ലൈഡർ, 2 സ്ലൈഡർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. വീണ്ടും സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് മിനിമം മാക്സിമം കണ്ടോ. അതെ, ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ആപ്പ് വിൻഡോ വരിക. എ എന്നൊരു സ്ലൈഡർ ഉണ്ടാവും, ബി എന്നൊരു സ്ലൈഡർ ഉണ്ടാവും. അപ്പോൾ ആ ആപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് 2 മാർക്ക്. അത് കൺസ്ട്രക്ട് ചെയ്തു എന്ന് നോട്ട് പേപ്പറിൽ എഴുതി കൊടുക്കണം, ടീച്ചറിനെ വിളിച്ച് കാണിച്ചു കൊടുക്കും വേണം. എന്നിട്ട് അതുപോലെ ഒരു കാര്യം കൂടെ, എയും ബിയും സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇൻപുട്ട് കമാൻഡ് കൊടുത്തിട്ട് g(x) = f(x + a + b) എന്ന ഇൻപുട്ട് കൊടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കുക. എന്നിട്ട് എഫിന് ഇൻപുട്ട് ബോക്സും കൂടെ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും ചെയ്താലാണ് ആപ്ലെറ്റ് കൺസ്ട്രക്ഷൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫംഗ്ഷൻ ശരിക്കും mod x ഇതായിരുന്നു. അതിൽ സംഭവം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻപുട്ട് കമാൻഡ് എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഷിഫ്റ്റും വെർട്ടിക്കൽ ഷിഫ്റ്റും ഒരുമിച്ച് ഉണ്ടാവാൻ പാകത്തിനാണ് 2 സ്ലൈഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് കുട്ടികൾ കൺഫ്യൂസ് ആയി പോയത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് കൊടുക്കുക, എന്നിട്ട് അതാണ് ആപ്ലെറ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. എ വാല്യൂ ഉള്ളിലാണ്, ബി വാല്യൂ പുറത്തും. അപ്പോൾ എ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഉള്ളിലത്തെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടാണ് പോവുക. പുറത്തെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ മുകളിലേക്കോ താഴത്തേക്കോ ആണ് പോവുക. അപ്പോൾ രണ്ടും ഉണ്ട് ഇതിനകത്ത്, എയും ബിയും മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ലൈഡറിൽ. അപ്പോൾ മേലേക്കും പോവാം, താഴത്തേക്കും പോവാം, ഇടത്തോട്ടും പോവാം, വലത്തോട്ടും പോവാം. അപ്പോൾ 2 തരത്തിലുള്ള ഷിഫ്റ്റും ഉണ്ടാവും. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രം മതി. ഫിക്സ് ദ വാല്യൂസ് ഓഫ് എ അറ്റ് 0 ആൻഡ് ബി അറ്റ് 4. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ ഇതിൽ കാണുന്ന പോലെ സ്ലൈഡർ മൂവ് ചെയ്ത് 0ലേക്ക് എത്തിക്കുക. ബിയുടെ വാല്യൂ സ്ലൈഡർ മൂവ് ചെയ്ത് 4ലേക്ക് എത്തിക്കുക. ഓക്കെ, അത് ചെയ്തു.
എന്നിട്ട് കമ്പയർ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് വിത്ത് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായി രണ്ട് ഗ്രാഫിനുള്ള വ്യത്യാസം? എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫാണ് ഫസ്റ്റ്, ജി ഓഫ് എക്സ് മാറിയത്. അപ്പം എന്താ ഉണ്ടായിട്ടുള്ളത്? വെർട്ടിക്കൽ ഷിഫ്റ്റ് ഉണ്ടായി. എത്ര യൂണിറ്റ്? 4 യൂണിറ്റ്. ഇതാണ് നിങ്ങളുടെ കമ്പാരിസൺ. രണ്ടാമത്തെ ആൻസർ എഴുതിയിരിക്കുന്നത് ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ദ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എഫ് ഓഫ് എക്സ് 4 യൂണിറ്റ് അപ്വേർഡ്സ്. ഇത്ര എഴുതിയാൽ മതി. അല്ല, വെർട്ടിക്കൽ ഷിഫ്റ്റ് 4 യൂണിറ്റ് അങ്ങനെ എഴുതിയാലും മതി. 4 യൂണിറ്റ് മുകളിലേക്ക് പോയി, അത്രയേ ഉള്ളൂ. അതിനൊരു മാർക്ക്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ്. ഞാൻ ഡൊമൈൻ ആൻഡ് റേഞ്ച് പറഞ്ഞ ലാബിൽ പറഞ്ഞു. ഇത് ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ലാബിൽ വന്ന ആക്ടിവിറ്റി അല്ല ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കില്ല. പക്ഷേ ഇവിടെ നമുക്കറിയണം ഈ ഗ്രാഫ് വെച്ച് ഡൊമൈൻ റേഞ്ച് ജി ഓഫ് എക്സിൻ്റെ ഡൊമൈൻ റേഞ്ച് കേട്ടോ. ജി ഓഫ് എക്സ് ഏതാ? ഈ റെഡ് ഗ്രാഫാണ്. കണ്ടാൽ അറിയാം. എക്സ് ആക്സ് നിങ്ങൾ വരച്ചറിയും. എക്സ് ആക്സ് മൊത്തം ഉണ്ടായിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഡൊമൈൻ ആയിട്ട് വരിക. റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിൽ മുകളിലേക്ക് 4ൻ്റെ അങ്ങോട്ടൊന്ന് മേലേക്കല്ലേ, അതുകൊണ്ട് 4 to infinity. കണ്ടോ ആൻസർ നോക്കി നോക്ക്. ഡൊമൈൻ 6, റേഞ്ച് 4 to infinity. ഇനി അടുത്തത് ഫൈൻഡ് അപ്രോക്സ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് കോയിൻസൈഡ്സ് വിത്ത് ദ ഗ്രാഫ് ഓഫ് മോഡ് 2 - x + 1. അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് എന്താ അറിയുമോ? ഇത് കുട്ടികൾ കഴിഞ്ഞ കൊല്ലം ഒരുപാട് അബദ്ധം ചെയ്ത് വെച്ചാണ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വൃത്തിയായി മനസ്സിലാക്കുക. മോഡ് 2 - x + 1 കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ ജി ഓഫ് എക്സിനെ മാറ്റണം. അതായത് നിങ്ങൾ എയും ബിയും മാറ്റുന്നുണ്ട്, എഫ് ഓഫ് എക്സ് ചേഞ്ച് ചെയ്യുകയില്ല. അപ്പോൾ ഈ എയും ബിയും ഇങ്ങനെ മാറ്റുന്നതനുസരിച്ച് നമുക്ക് ഈ ജി ഓഫ് എക്സ് എന്ന ചുവപ്പ് ഗ്രാഫ് ഇങ്ങനെ അങ്ങോട്ടും പോകണമാണ്. മേലേക്കും താഴത്തേക്ക് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ പോകും. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മോഡ് x - 2 + 1 എന്ന ഗ്രാഫായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ എയും ബിയും കണ്ടുപിടിക്കാം. അപ്പോൾ ജി ഓഫ് എക്സ് നീക്കിയിട്ട് മോഡ് 2 - x + 1ലേക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ആക്ടിവിറ്റി മോഡ് 2 - x എന്നത് താഴെ ഇൻപുട്ട് ബാർ ഉണ്ടാവില്ലേ, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോഡ് 2 - x + 1 എന്ന ഗ്രാഫ് ഇതുപോലെ വരും, അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിൻഡോയിൽ 3 ഗ്രാഫ് ഉണ്ടാവും. എഫ് ഓഫ് എക്സും ഉണ്ടാവും, ജി ഓഫ് എക്സും ഉണ്ടാവും, മോഡ് 2 - x ഉണ്ടാവും. അപ്പോൾ ഈ ഗ്രാഫിൽ ഇതിലിപ്പോൾ കാണുമ്പോൾ ഒറ്റൊന്നേ ഉള്ളൂ, കാരണം അത് കോയിൻസൈഡ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം ആ എഫ് ഓഫ് എക്സ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എഫ് ഓഫ് എക്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മോഡ് 2 - x + 1 നിങ്ങൾ വരച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ജി ഓഫ് എക്സിന് എങ്ങനെ അങ്ങോട്ട് കൊണ്ട് നീക്കുക. എങ്ങനെ നീക്കുക? സ്ലൈഡർ വാല്യൂ കണ്ടോ, ഇത് ശരിക്കും പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് അവിടെ. മോഡ് 2 - x + 1 ആണ്. നമ്മൾ എച്ച് ഓഫ് എക്സ് മൂന്നാമത് ഇപ്പോൾ പുതിയൊന്ന് വരയ്ക്കണം എന്ന് പറഞ്ഞല്ലോ, അത് മോഡ് 2 - x + 1 ആയിരിക്കും. ജി ഓഫ് എക്സ് നീക്കിയിട്ട് എ -2ലും ബി 1ലും കൊണ്ടുപോയി നിർത്തിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മോഡ് 2 - x + 1 കിട്ടും. അങ്ങനെ തോന്നുന്നുണ്ട്. അതെ, ഓക്കെ. ശരിയാ. സോറി, ഒരു മിസ്റ്റേക്കും ഇല്ല, എൻ്റെ അബദ്ധമാണ്. മോഡ് x - 2 നിങ്ങൾക്ക് വരിക. കാരണം മോഡ് x - 2 മോഡ് 2 - x സെയിം ആണ്, മോഡ്ലെസ് അല്ലേ, നെഗറ്റീവ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ എ വാല്യൂം ബി വാല്യൂ ഇങ്ങനെ മൂവ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ മുകളിൽ കോയിൻസൈഡ് ചെയ്ത് കൊണ്ട് നിർത്തുക. കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുമ്പോഴുള്ള എ വാല്യൂം ബി വാല്യൂ ആണ് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് എഴുതി കൊടുക്കുക. a = -2, b = 1. അതിനും ഉള്ള മാർക്ക് കിട്ടും. 2 മാർക്കാണത്. അടുത്തത് യൂസിങ് ദ ഇൻപുട്ട് ബോക്സ് ചേഞ്ച് ദ ഡെഫിനിഷൻ ഓഫ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ √x ആക്കി മാറ്റി കൊടുക്കുക. അതായത് ഇപ്പോഴുള്ള ഫംഗ്ഷൻ ഏതിലാണ് നിൽക്കുന്നത്? മോഡ് എക്സിലാണ്. അത് √x ആക്കി മാറ്റി കൊടുക്കാൻ. ഓക്കെ, എന്നിട്ട് ഡൊമൈനും റേഞ്ചും 2 ∞, 1 ∞ ആവുന്ന രീതിയിൽ √x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ ഗ്രാഫ് കണ്ടിട്ടുണ്ട്. √xൻ്റെ ഇതിൽ ഈ നീല ഗ്രാഫായിരുന്നു. അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 0 മുതൽ ∞ വരെ എക്സ് ആക്സിൽ, റേഞ്ചും 0 മുതൽ ∞. അത് സ്ലൈഡർ നീക്കിയിട്ട് എന്താക്കി മാറ്റണം? ഡൊമൈൻ 2 ∞ ആക്കണം, റേഞ്ച് 1 ∞ ആക്കണം. അതായത് ഡൊമൈൻ 2 ∞ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൻ്റെ 2 യൂണിറ്റ് ഇങ്ങോട്ട് നീക്കണം, 1 യൂണിറ്റ് മേലേക്ക് നീക്കണം, എന്നാലല്ലേ റേഞ്ച് 1 ∞ ആവുക. അപ്പോൾ അങ്ങനെ നീക്കാൻ വേണ്ടിയിട്ട് എയും ബിയും ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുക. എപ്പോഴാണോ കറക്റ്റ് ഡൊമൈൻ 2 ∞, റേഞ്ച് ഇങ്ങനെ ആക്കാൻ പറ്റുന്നത്, അതായിരിക്കും നിങ്ങളുടെ എ വാല്യൂം ബി വാല്യൂം. അത് നോട്ട് ചെയ്ത് എഴുതി കൊടുക്കുക. ഇതാണ് അടുത്ത ആക്ടിവിറ്റി. ഡൊമൈൻ റേഞ്ചിനെ പറ്റി നല്ല ധാരണ വേണം. അതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി, അതിന് 2 മാർക്ക്. ഇനി ജിയോജിബ്ര വിൻഡോ തുറന്നിട്ട് 4ാമത്തെ ആക്ടിവിറ്റിയും കൂടെ 8 മാർക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഓക്കെയാണ്. എന്നാലും ഒരു ധൈര്യത്തിന് 4ാമത്തെ കൂടെ അറ്റൻഡ് ചെയ്തോളൂ. സമയം ഉണ്ടെങ്കിൽ എന്തായാലും അറ്റൻഡ് ചെയ്യാം. ഇനി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് എന്ന x² + 1 എന്ന കർവ് വരയ്ക്കുക. റിഫ്ലക്ഷൻ വരയ്ക്കുക. റിഫ്ലക്ഷൻ എബൌട്ട് ദ എക്സ് ആക്സിസ്.
എന്നാ പറഞ്ഞിരിക്കുന്നത്. എക്സ് ആക്സിസ് വെച്ച് റിഫ്ലക്ഷൻ വരയ്ക്കണമെങ്കിൽ എന്ത് കമാൻഡ് കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വേണം. അതിന് അവർ കണ്ടോ ഓപ്ഷൻസ് വരെ തന്നിട്ടുണ്ട്. യൂസ് സ്യൂട്ടബിൾ ഇൻപുട്ട് കമാൻഡ്. ഇതിൽ ഏത് കമാൻഡ് കൊടുത്താലാണ് കറക്റ്റ് റിഫ്ലക്ഷൻ കിട്ടുകയെന്ന്. ഓക്കെ, ഏതായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തന്നെ പലർക്കും കിട്ടിയിട്ടുണ്ടാവും. ജി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ഓൺ ദ എക്സ് ആക്സിസ്, എബൌട്ട് എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഓൺ ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എഫ് ഓഫ് എക്സ് ആണ് കൊടുക്കേണ്ടത്. ഇനി എബൌട്ട് വൈ ആക്സിസ് ആണെങ്കിലോ എഫ് ഓഫ് വൈ മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ജി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ്. അത് ജസ്റ്റ് ഡ്രോ ചെയ്ത് ടീച്ചറിനെ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരയ്ക്കണം എന്ന് പറയുക, റഫായിട്ട് വരയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ വരച്ചു കൊടുത്തോ. അപ്പോൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന കമാൻഡ് ജസ്റ്റ് ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരമായി. ഇനി റേഞ്ച് എഴുതി കൊടുക്കണം. അതായത് അതിൻ്റെ റേഞ്ച് എത്രയാണെന്നുള്ളത് കണ്ടോ. ഇതാണ് ഗ്രാഫ്. അതിൻ്റെ റിഫ്ലക്ഷൻ മൈനസ് എഫ് ആണ്, മൈനസ് എഫ് ഓഫ് എക്സ്. ഇനി അതിൻ്റെ റേഞ്ച് എന്താ? റേഞ്ച് പറഞ്ഞാൽ വൈ ആക്സിസിൽ ഇതിൻ്റെ റേഞ്ച് ആട്ടോ, രണ്ടിൻ്റെയും കൂടെ റേഞ്ച് അല്ല. ജി ഓഫ് എക്സ് പറഞ്ഞാൽ താഴെയുള്ള കർവാണ്. അതിൻ്റെ റേഞ്ച് പറഞ്ഞാൽ -1 നിന്ന് താഴോട്ടല്ലേ. അപ്പോൾ -∞ മുതൽ -1 വരെ. ഇങ്ങനെ എത്ര ആൻസർ കണ്ടോ, ഒറ്റ പേജേ ഉള്ളൂ ആൻസർ. വൃത്തിയായി പഠിച്ചൊരു കുട്ടിക്ക്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അടുത്ത ഗ്രാഫൊക്കെ നോക്കി നോക്കൂ. ഞാനിതൊക്കെ ഫസ്റ്റ് 3 ലാബ് ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നെ 42 ആണ്. 42 ലാബൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ വേണമെങ്കിൽ അയച്ചു തരാം. ഫസ്റ്റ് 4 ലാബിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ അയച്ചു തരാം. നിങ്ങൾ അത് വെച്ചിട്ടൊന്ന് എഴുതി നോക്ക്, അറ്റൻഡ് ചെയ്ത് നോക്ക്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ ഹൈപ്പർബോളേൻ്റെയും എലിപ്സിൻ്റെയും സർക്കിളിൻ്റെ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം പ്രാക്ടീസാണ് വേണ്ടത്. ഇത് വീട്ടിലിരുന്നും ചെയ്യാം, ബാക്കി ലാബ് പോലെയല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഐഡിയ കിട്ടിക്കോട്ടെ എന്നാണ് പറഞ്ഞാൽ മറക്കണ്ട. മൊത്തം 4 ലാബാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 3 ഫസ്റ്റ് ഇയർ, 1 സെക്കൻഡ് ഇയർ ആയാലും കുഴപ്പമില്ല. 3 സെക്കൻഡ് ഇയർ, 1 ഫസ്റ്റ് ഇയർ ആയാലും കുഴപ്പമില്ല. 2 ഫസ്റ്റ് ഇയർ, 2 സെക്കൻഡ് ഇയർ ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഇൻവിജിലേറ്ററോട് ചോദിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ബാക്കി ലാബുകളും കൂടി നോക്കട്ടെ, ഞാൻ അയക്കാം.